നമുക്കറിയാം, ഇന്ന് റിട്ടയർമെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടമായിട്ടാണ് കരുതുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം ദീർഘകാലം നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ, അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ കൂടെ, അല്ലെങ്കിൽ മക്കളുടെ കൂടെ സുഖമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നാണ്. എന്നാൽ അതിൽ പലപ്പോഴും വാർദ്ധക്യമാണ് വില്ലനാകുന്നത്. ചില ആളുകൾക്ക് പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ജപ്പാനിലെ ആളുകളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 83 വയസ്സാണ്. അതേസമയം ഇന്ത്യയുടേത് 64. ജപ്പാനിലെ ഒരു ഐലൻഡാണ് ഒക്കിനാവ. അവിടുത്തെ ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി 94 വയസ്സാണ്. ഹെക്ടർ ഗാർഷിയ ആൻഡ് ഫ്രാൻസിസ് മിറാലസ് എന്ന ആളുകൾ ഒക്കിനാവ ഐലൻഡിൽ താമസിക്കുകയും അവിടെയുള്ള ആൾക്കാരുടെ ജീവിതശൈലി മനസ്സിലാക്കുകയും ചെയ്ത് എഴുതിയ ഒരു ബുക്കാണ് ഇക്കിഗായ്. ഒക്കിനാവയിലെ മുതിർന്ന ആളുകൾ എപ്പോഴും ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. കൃഷി, പാചകം, കല, കൈത്തറി എന്നിങ്ങനെ അവർക്ക് സന്തോഷം നൽകുന്ന എല്ലാ ജോലികളും അവർ ചെയ്യുന്നു. പണമല്ല, മറിച്ച് ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകാനാണ് അവർ ജോലി ചെയ്യുന്നത്. മൈൻഡ് എപ്പോഴും ആക്റ്റീവാക്കി വെക്കുക. അപ്പോൾ ശരീരം സ്വാഭാവികമായി ആരോഗ്യം ഉള്ളതാകുന്നു. ഇക്കിഗായ് എന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. ഇക്കി ടു ലീവ് ആൻഡ് ഗായ് ദ റീസൺ, ജീവിക്കാനുള്ള കാരണം. നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം സൊസൈറ്റിയുടെ റൂൾസ് അനുസരിച്ചുകൊണ്ടാണ്. അതിൽ റിട്ടയർമെന്റ് സ്റ്റേജ് നമ്മുടെ അവസാന കാലഘട്ടമാണെന്നും നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് പോലും അറിയാതെ പോകുന്നു. എന്താണ് നമ്മുടെ ഇക്കിഗായ് അഥവാ ലൈഫ് പർപ്പസ്? ഒക്കിനാവയിലെ ആളുകൾ സ്വാഭാവികമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു, സൗഹൃദത്തോടെ പെരുമാറുന്നു, മനസ്സിനെ ശാന്തതയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് അവരുടെ ജീവിതശൈലി. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. വയർ നിറച്ച് ഭക്ഷണം കഴിക്കുക എന്ന രീതി അവിടെയില്ല. അതിന് അവർ പറയുന്നത് ഹരഹ ചുബു എന്നാണ്. 80% മാത്രം തൃപ്തിയാകുമ്പോൾ ഭക്ഷണം നിർത്തുക. അവർ അമിത ഭക്ഷണം കഴിക്കുന്നില്ല. അവർ വളരെ പതുക്കെ ശ്രദ്ധയോടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും രോഗസാധ്യത കുറച്ച് ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. അടുത്തത് സമ്മർദ്ദമാണ്. അമിത സമ്മർദ്ദം സൈലന്റ് പോയിസൺ ആണ് എന്ന് പറയാം. ഇത് ഹൃദ്രോഗം, പ്രമേഹം, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഒക്കിനാവയിലെ ആളുകൾ കാര്യങ്ങളെ വളരെ ലഘുവായി കാണുന്നു. ചിരിയും സൗഹൃദവും സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകളായി ആണ് അവർ കരുതുന്നത്. സമ്മർദ്ദം കുറച്ചാൽ പ്രായവും കുറയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവർക്ക് പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, നല്ല സംഭാഷണം ഉണ്ടാകുക, ജോലി ഇഷ്ടത്തോടെ ചെയ്യുന്നതും ഒരു ദിവസം നന്ദിയോടെ തുടങ്ങുന്നതും നന്ദിയോടെ അവസാനിപ്പിക്കുന്നതും ഒക്കെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്നു. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തെ സമ്മാനിക്കുന്നു. അവർ വിവിധ ജോലികളിൽ ഏർപ്പെട്ട് ശരീരം ചലിപ്പിക്കുകയും അത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങളാണ് അടുത്ത രഹസ്യം. തമാശ പറയുകയും ലൈഫ് അഡ്വൈസ് കൊടുക്കുകയും പരസ്പരം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആ ഗ്രൂപ്പിനെ മൊയ് എന്ന് സംബോധന ചെയ്യുന്നു. സാമ്പത്തികമായും മാനസികമായും അവർ ഒരേ ലക്ഷ്യമുള്ള സുഹൃത്തുക്കളുമായി ചേർന്ന് നിൽക്കുന്നു. ഒറ്റപ്പെടലല്ല, മറിച്ച് കൂട്ടായ്മയാണ് ദീർഘായുസിന്റെ രഹസ്യം. ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെയല്ല. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ഇരിക്കുക. ജാപ്പനീസ് ആളുകൾ പിന്തുടരുന്ന 2 രീതികളുണ്ട്: റീസൈലൻസ് ആൻഡ് വാബിസാബി. വീഴുമ്പോൾ തളരാതെ എഴുന്നേൽക്കാനുള്ള കഴിവ്. ഉദാഹരണം, പരീക്ഷയിൽ തോറ്റാൽ വീണ്ടും ശ്രമിക്കുന്നതും ജീവിതത്തിൽ കഷ്ടതകൾ വന്നാൽ തോൽക്കാതെ മുന്നോട്ട് പോകുന്നതും. അതുപോലെ തന്നെ വാബിസാബി, പെർഫെക്റ്റ് അല്ലാത്തതും സുന്ദരമാണ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. ആകണമെന്ന് നിർബന്ധം പിടിക്കാതെ ഉള്ളതുകൊണ്ട് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. അപൂർണതകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. മൈക്രോഫ്ലോ എന്ന ആശയത്തെക്കുറിച്ചാണ് ഇക്കിഗായ് എന്ന പുസ്തകം പറയുന്നത്. നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കിട്ടുമ്പോഴുമേ സന്തോഷം കണ്ടെത്താവൂ എന്ന തെറ്റായ ധാരണ നമ്മൾക്കിടയിലുണ്ട്. ഒരു ചായ ഇടുമ്പോഴും അത് കുടിക്കുമ്പോഴും അതിൻ്റെ മണം ആസ്വദിക്കുക. ഏത് കാര്യവും ഏകാഗ്രതയോടെ ആസ്വദിച്ച് ചെയ്യുക.
ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. മണ്ണിൽ പണിയെടുക്കുന്നത്, ദിവസവും കുറച്ച് വെയിൽ കൊള്ളുന്നതും ചെടിക്ക് വെള്ളമൊഴിക്കുന്നതും വലിയ ഒരു തെറാപ്പിയാണ്. ഒന്നിനും തിടുക്കം കാട്ടരുത്. അവരവർക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. വരാനിരിക്കുന്നതോ കഴിഞ്ഞുപോയ കാര്യങ്ങളെയോ പറ്റി ചിന്തിക്കാതിരിക്കുക. റേഡിയോ ടയസോ എന്ന ജാപ്പനീസിലെ ഒരു പോപ്പുലറായ എക്സസൈസ് റൂട്ടീനുണ്ട്. ജപ്പാനിൽ വളരെ പോപ്പുലറായ ഒരു സിമ്പിൾ മോർണിംഗ് എക്സസൈസ് റൂട്ടീനാണിത്. റേഡിയോയിൽ വരുന്ന മ്യൂസിക് കേട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന സിമ്പിൾ എക്സസൈസ്. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം കണ്ടെത്താനും സ്ട്രെസ്, ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിൽ നിന്ന് മോചിതനാകാനും ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാനും ഫോക്കസോടെ, മൈൻഡ്ഫുൾനെസ്സോടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ഫോർമുലയാണ് ഇക്കിഗായ് എന്ന ജാപ്പനീസ് കോൺസെപ്റ്റ്.